നമസ്കാരം. ഗാസയിലെ റഫായിൽ ഹമാസ് പൂർണ്ണമായും പരാജയപ്പെടും എന്ന് ഉറപ്പുവരുന്നതുവരെ ഇസ്രായേൽ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജനറൽമാരിൽ ഒരാൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ ഒരാഴ്ച തന്നെ ഏതാണ്ട് 11ഓളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 8 പേർ കൊല്ലപ്പെട്ടു, അതിനു മുമ്പ് 3 സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെ 11 സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു പുതിയ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ സദേൺ കമാൻഡ് മേധാവി മേജർ ജനറൽ യാരോൺ ഫിംഗൽമാനാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗാസയിലെത്തി അവിടുത്തെ പ്രധാനപ്പെട്ട ഇസ്രായേൽ സൈനിക മേധാവികളുമായി ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഹമാസിനെതിരെ നടത്തേണ്ട പോരാട്ടങ്ങളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും അദ്ദേഹം സൈനികരുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രന്മാരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഹമാസ് ഇപ്പോഴും തങ്ങളെ ആക്രമിക്കുകയാണ് എന്നും പിന്നെ എന്തിനാണ് ഇസ്രായേൽ സൈന്യം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറു ചോദ്യം. റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ അത് സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന നിരന്തരമായ ഹമാസ് അനുകൂലികളുടെ പ്രഖ്യാപനത്തോടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികർക്ക് രാജ്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് വിടവാങ്ങൽ നൽകിയത്. വലിയ ജനക്കൂട്ടമാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകളിലൊക്കെ തന്നെ പങ്കെടുത്തത്. ഇവരുടെ ശവമഞ്ചവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിലും ആയിരങ്ങളാണ് പങ്കെടുത്തത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച പൊതുവെ സമാധാനപരമായ ദിനമായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പെരുന്നാൾ പ്രമാണിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനും അവർക്ക് ആരാധന നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനും വേണ്ടിയാണ് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അന്ന് നടത്താതിരുന്നത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പൊതുവെ ഒരു വെടിനിർത്തലിൻ്റെ അന്തരീക്ഷമായിരുന്നു ഈ മേഖലയിൽ ആകെ നിലനിന്നിരുന്നത്. അതേസമയം ജനങ്ങൾ പലരും ഇപ്പോഴും പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഹമാസ് തീവ്രവാദികളും ഇസ്രായേൽ സൈന്യം തമ്മിലുള്ള ഏറ്റുമുട്ടൽ എവിടെയും ഉണ്ടാകാം എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പല അഭയാർത്ഥികളും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പോയിരുന്നു. ഏതാണ്ട് 10 ലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് റഫ മേഖലയിൽ നേരത്തെ തമ്പടിച്ചിരുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തോതിൽ ഇവിടെ ആക്രമണം നടത്താനും, അതായത് കരയാക്രമണം നടത്താനും യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ പിടികൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പരമാർത്ഥം. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പെരുന്നാൾ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ഈ മേഖലയിൽ വീണ്ടും ആക്രമണം നടത്തും എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം നടത്താത്തതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പ്രതിഷേധമുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ കൂടി ദിനം എന്നുള്ള നിലയിലാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിന് ഇറങ്ങാതിരുന്നത് എന്നാണ് സൈനിക മേധാവികൾ നൽകുന്ന വിശദീകരണം. ഏതായാലും ഹമാസിൻ്റെ പുക കണ്ടേ അടങ്ങുകയുള്ളൂ എന്നുള്ള ഇസ്രായേൽ ജനറലിൻ്റെ പ്രഖ്യാപനം വരും ദിനങ്ങളിൽ ഹമാസിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ നൽകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്.